ചേന കൊണ്ട് നല്ലൊരു മസാലക്കറി തയ്യാറാക്കി നോക്കിയാലോ. അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചേന ഞാൻ ആദ്യം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചേന വേകാൻ പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം ആദ്യം ചേർത്ത് കൊടുത്തു. ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത പച്ചമുളക് ഇവയെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു വലിയ സവാള അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഏകദേശം പാകമായതിനു ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി അടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി അടിച്ചതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം. ചേന വേവിച്ചെടുത്ത വെള്ളം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റോക്ക് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് മുകളിലായിട്ട് നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഞാൻ അല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോകളായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.